വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൽ ഏതൊക്കെയാണെന്നറിയോ? ഏതൊക്കെയാണ്? എക്സ്പ്ലോറിംഗ് ഫോഴ്സസും ഇലക്ട്രിസിറ്റി, ഹീറ്റിംഗ് ആൻഡ് മാഗ്നറ്റിക് എഫക്ട് അല്ലേ? ഈ രണ്ട് ചാപ്റ്റേഴ്സ് അല്ലേ? ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. യെസ്, ഓക്കെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫോഴ്സിനെ പറ്റിയാണ് ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത് അല്ലേ? ഫോഴ്സ് എന്താണ്, ദെൻ ഫോഴ്സിന്റെ എഫക്റ്റുകളെ പറ്റിയാണ് ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്തായിരുന്നു? ഇലക്ട്രിസിറ്റി അല്ലെ? ഇലക്ട്രിസിറ്റിയിൽ വരുന്ന ഹീറ്റിംഗും മാഗ്നറ്റിക് എഫക്റ്റും, രണ്ടിന്റെ ഹീറ്റിംഗ് മാഗ്നറ്റിക് എഫക്റ്റുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പൊ ഈ രണ്ട് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പരമാവധി ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ രണ്ട് കൈ വെച്ച് കാണിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പൊക്കോട്ടെ. നമുക്ക് ടൈം കളയാതെ തന്നെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം അല്ലെ? ഓക്കെ സാർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാം. എന്താണ്? ഡിഫൈൻ ദ ഫോഴ്സ്. Is it possible for an object to experience a force without any change in its state of motion? രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത്. ഒന്നെന്തായിരുന്നു? ഫോഴ്സിന്റെ ഡെഫിനിഷൻ എഴുതണം. ദെൻ രണ്ടാമത്തത്, is it possible for an object to experience a force without any change in its state of motion എന്നാണ് വെച്ചത് അല്ലെ? നമ്മൾ പഠിച്ചായിരുന്നു സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്താണെന്നൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? അതായത് എന്താണ് അതിന്റെ മോഷനിലോ എന്തെങ്കിലും ചേഞ്ച് വരാത്ത ആ ഒരു കണ്ടീഷൻ നമ്മൾ അതിന് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞത് അല്ലെ? ഈ സ്റ്റേറ്റ് ഓഫ് മോഷന് ചേഞ്ച് വരാതെ, അതായത് ഒരു ബോഡി അതിന്റെ മോഷനിൽ കണ്ടിന്യൂ ചെയ്യുകയാണോ, അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് എന്താ പറയാ, ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞത് അല്ലെ? ഒരു ബോഡി എന്താ മോഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ബോഡിനെ നമ്മൾ ആ ബോഡി ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ് എന്ന് പറയും അല്ലെ? അല്ലെങ്കിൽ റെസ്റ്റിലാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയും. അപ്പോ എന്താ, സ്റ്റേറ്റ് ഓഫ് മോഷന് ചേഞ്ച് വരുത്താതെ ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് പോസിബിൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ഫോഴ്സ്? അതാര് പറഞ്ഞുതരും? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനിഷൻ എനിക്ക് വേണം. ആരോമൽ. ഹായ് ആരോമൽ, ഗുഡ് ഈവനിങ്. ആരോമലേ, യെസ്, ഗുഡ് ഈവനിങ്. ആരോമലേ, എന്തായിരുന്നു ഫോഴ്സ്? നമ്മൾ പഠിച്ച ഫോഴ്സ് എന്തായിരുന്നു? ഏതാ? പെട്ടെന്ന് പറ, നമ്മൾ പഠിച്ച കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. മറന്നുപോയി. ഷോ, മറക്കാൻ പാടില്ലല്ലോ. ആരാ ഹെൽപ്പ് ചെയ്യാ? ദേവാങ്കി ദേ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ദേവാങ്കി ദേ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ നമ്മുടെ ആരോമലിന് വേണ്ടിയിട്ട്. യെസ്, ഇനഫ് അത് മതി. ഫോഴ്സ് ഇസ് എ പുഷ് ഓർ പുൾ. ഇതാണ് നിങ്ങളുടെ 8ലെ ഡെഫിനിഷൻ. 9 വരുമ്പോൾ മാറോട്ടോ ഡെഫിനിഷൻ, കേട്ടോ? 9 വരുമ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ ഞാൻ കുറച്ച് മാറ്റും, കേട്ടോ? 8 നമുക്ക് ഇത് മതി. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ പുഷ് ഓർ പുൾ. എന്താണ്? ഇറ്റ് ഈസ് ദ പുഷ് ഓർ പുൾ അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്ട് റിസൾട്ടിങ് ഫ്രം ഇന്ററാക്ഷൻ വിത്ത് ദ അനദർ ഒബ്ജക്ട്. അതായത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റിന് മറ്റൊരു ഒബ്ജക്റ്റിന് പുഷ് ഓർ പുൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് റിസൾട്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ പഠിച്ചതല്ലേ? ഇത് സിമ്പിൾ അല്ലേ? ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. പക്ഷെ രണ്ടാമതാണ് ഒരു ക്രിയേറ്റീവ് തിങ്കിങ്. Is it possible for an object to experience force without any change in its state of motion? അതായത് സ്റ്റേറ്റ് ഓഫ് മോഷന് എന്താ പറയാ, ചേഞ്ച് ഇല്ലാതെ ഒരു ഒബ്ജക്റ്റിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് പോസിബിൾ ആണോ? ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അറിയാമെങ്കിൽ ഒന്ന് കൈവീശി കാണിക്കാം. 2 കൈവീശി കാണിക്കാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൈവീശി കാണിക്കാം. യെസ്, ആരാണത്? ആദിദേവാന്റെ ആദിനാഥിന്റെ ഇതേ 2 പേരും കൈവീശി കാണിക്കുന്നുണ്ട്. ആരാണ് പറയാ? നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ ആര് പറയും? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ആദിനാഥാണോ ആദിദേവാണോ? ആദിദേവ് പറയുന്നത്. ആദിനാഥിന്റെ ആൻസർ എന്താ? സെയിം ആണ്, നോട്ട് പോസിബിൾ ആണ് അല്ലേ? ഓക്കെ, ശരി. നമ്മള് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സിനെ പറ്റി പഠിച്ചായിരുന്നില്ലേ?
അതിദേവി അതിനകത്ത് പഠിച്ചായിരുന്നു. ഇതിൽ ബാലൻസ്ഡ് ഫോഴ്സ് എന്താ? സാർ ഒന്ന് അഡ്മിറ്റ് ഓപ്ഷൻ കൊടുക്കും. ബാലൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞാല് രണ്ട് ഫോഴ്സ് ഈക്വൽ ആണെന്നല്ലേ? അവിടെ മൂവ്മെന്റ് ഉണ്ടാവുമോ? റെസ്റ്റിലായിരിക്കും. അപ്പൊ സ്റ്റേറ്റ് ഓഫ് മോഷൻ അവിടെ എന്താണ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ ഫോഴ്സ് ഇല്ലേ? ഉണ്ട്. അപ്പൊ ഇത് പോസിബിൾ അല്ലേ? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. പക്ഷേ അതൊരു സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരുന്നതിന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആക്കിയതല്ലേ? അപ്പൊ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഒരു ചേഞ്ച് ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അത് അൺബാലൻസ്ഡ് ഫോഴ്സ് ബാലൻസ്ഡ് ഫോഴ്സ് എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോ ഇത് പോസിബിൾ അല്ലേ? അല്ലെ? എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? ആരാ പറയാ? വേറെ ആരാ? ദേവാങ്കിതിനെ പറയണോ? ദേവാങ്കിത് പറയൂ. ദേവാങ്കിതിന്റെ ആൻസർ എന്താണ്? ഇസ് ഇറ്റ് യെസ് ഓർ നോ? യെസ്. വൈ? പുള്ളിങ് എ റബ്ബർ ബാൻഡ്. അപ്പോ ഷേപ്പ് മാത്രം ചേഞ്ച് ചെയ്യുള്ളൂ, മോഷനിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, ശരി. ഓക്കെ 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 വേറെ ആർക്കെങ്കിലും ഇല്ല? ഓക്കെ, ശരി. ഞാൻ എന്നാ ആൻസർ ഞാൻ തന്നെ കാണിക്കാം കേട്ടോ. അതായത് ഞാനിവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന ബാലൻസ്ഡ് ഫോഴ്സിന്റെ കണ്ടീഷൻ ആണ്. അതായത് ഇത് പോസിബിൾ ആണ് എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇറ്റ് ഈസ് പോസിബിൾ വെൻ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ആൻ ഒബ്ജക്ട് ആർ ബാലൻസ്ഡ്, ദാൻ ഒബ്ജക്ട് ക്യാൻ റിമെയിൻ അറ്റ് റെസ്റ്റ് ഈവൻ തോ ഫോഴ്സ് ആർ ബീങ് അപ്ലൈഡ് ടു ഇറ്റ്. അതായത് അതിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ പോലും അത് എന്താ പറയാ, ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അതിന്റെ മോഷൻ അപ്പൊ എന്തായിരിക്കും? there is no change in its state of motion. സ്റ്റേറ്റ് ഓഫ് മോഷന് ചേഞ്ച് ഉണ്ടാവില്ല. ആക്ച്വലി സ്റ്റേറ്റ് ഓഫ് മോഷനും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് ഒറ്റ കണ്ടീഷൻ ആണ് കേട്ടോ. ആദിദേവ് അനാദിനാഥ് എന്നൊരു പറയാണ്. അതായത് ഈ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാലും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരു കാര്യമാണ്. അതായത് അത് മോഷനിലാവാനും അല്ലെങ്കിൽ റെസ്റ്റിലാവാനുള്ള ആ ഒരു ലൈക്ക് ദർ ഇസ് നോ ചേഞ്ച്. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ കൈവശി കാണിക്കാം. ഓക്കെ, അപ്പോ ഇതിൽ നമുക്ക് ബാലൻസ്ഡ് ഫോഴ്സ് എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമുക്കിവിടെ പോസിബിൾ ആണെന്ന് പറഞ്ഞത് അല്ലേ? അല്ലാത്ത വേറൊരു കണ്ടീഷനിൽ ഇത് പോസിബിൾ അല്ല. കാരണം ഒരു ഫോഴ്സ്, ഒരു ഒബ്ജക്റ്റിനെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ആക്ച്വലി അതിൽ ഒരേ ഒരു കണ്ടീഷൻ വരുന്നത് ഈ ബാലൻസ്ഡ് ഫോഴ്സിന്റെ കണ്ടീഷൻ മാത്രമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എന്തൊക്കെ എഴുതണം? ഫസ്റ്റ് നിങ്ങൾ ഫോഴ്സിന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ദെൻ is it possible for an object to experience force without any change in its state of motion? അതിന് നിങ്ങൾ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസർ കൃത്യമായിട്ട് എഴുതിയിരിക്കും കേട്ടോ. നിങ്ങൾ ആദ്യം അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിന് മുൻപ് യെസ് ഓർ നോ, അതായത് ഇസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്. ഇസ് ഇറ്റ് പോസിബിൾ ആണെങ്കിൽ പോസിബിൾ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അതിന് ആൻസർ കൊടുത്തിട്ട് വേണം നിങ്ങൾ അതിന്റെ എന്ത് റീസൺ നിങ്ങൾ എഴുതാം കേട്ടോ. ഡയറക്റ്റ് ടു റീസൺ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യെസിന്റെ മാർക്ക് കിട്ടില്ല കേട്ടോ. യെസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസറിന് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ആദ്യം എഴുതിയിട്ട് വേണം അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഫുൾ മാർക്ക് മേടിക്കില്ലേ? മേടിക്കുമെങ്കിൽ ഒന്ന് 2 കഴിച്ച് കാണിച്ച് ഈ ക്വസ്റ്റിന്റെ ആൻസർ എഴുതിയെടുത്തോ. പെട്ടെന്ന് എഴുതിയെടുത്തോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. യെസ് ആൻസർ എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച്. യെസ്, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്ലീസ്. What are the two main types of forces? Give one example of each. ഏതാണ് നമ്മൾ 2 ടൈപ്പ് മെയിൻലി പഠിച്ച 2 ടൈപ്പ് ഓഫ് ഫോഴ്സ് ഏതൊക്കെയാണ്? പറയാവോ? ആരാ പറഞ്ഞുതരാ? ആരാ വരുന്നേ? ദിയ ഒന്ന് പറഞ്ഞേ. What are the 2 types of forces? Contact force, not contact. Yes, correct. കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് അല്ലേ? 2 ടൈപ്പ് ഫോഴ്സ് ആയിരുന്നു, കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതിന് എക്സാമ്പിൾ അല്ലെ കുറെ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട് അല്ലെ? കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ എന്താണ്? മസ്കുലാർ ഫോഴ്സ് എന്ന് പറയാം,
ദെൻ നോൺ കോണ്ടാക്ട് ഫോഴ്സിന് മാഗ്നറ്റിക് ഫോഴ്സ് പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറയാം, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. ഇതൊക്കെ നിങ്ങളോട് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലേ. അപ്പൊ സാർ ആൻസർ ഒന്ന് കാണിച്ചു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റൻ ആയിരുന്നു. ദ ടു ടൈപ്സ് ഓഫ് ഫോഴ്സ് ആർ ദ കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? കോണ്ടാക്ട് ഫോഴ്സിന് മസ്കുലാർ ഫോഴ്സ് അത് അല്ലെ, മസ്കുലാർ ഫോഴ്സിന് എക്സാമ്പിൾ ആണ് ലിഫ്റ്റിംഗ് ദ ബോക്സ് കേട്ടോ. ദെൻ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആയിരുന്നു എന്ത്? മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആയിട്ട് നമുക്ക് എഴുതാം. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതൊക്കെ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ കൈ വീശി കാണിച്ചേ. പെട്ടെന്ന് എഴുതിയെടുത്തോ, പെട്ടെന്ന് എഴുതിയെടുത്തോ, പെട്ടെന്ന് എഴുതിയെടുത്തോ. യെസ്, നമ്മുടെ ക്ലാസ്സിൽ ഒരു ചാമ്പ്യൻ ഉണ്ട് അല്ലേ സർ? യെസ്, ചാമ്പ്യൻ ഉണ്ട്. ചാമ്പ്യൻ ആരായിരുന്നു? എന്തിനായിരുന്നു ചാമ്പ്യൻഷിപ്പ് എന്ന് കിട്ടിയതെന്ന് പറഞ്ഞാല് കളരിപ്പയറ്റിലാണ് കേട്ടോ. നമ്മുടെ കളരിപ്പയറ്റിലെ രംഗം കുറിക്കുന്ന ഒരു അല്ലെ അംഗത്തലവൻ നമ്മുടെ ക്ലാസ്സിലുണ്ട് അല്ലേ. ആരാണ്? ആരോമനുണ്ണി. ആരാണ്? പേരെന്താണ് സാർ? ദക്ഷ. എവിടെ? സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പാണ്, സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ ആണ് നമ്മുടെ ദക്ഷ് കേട്ടോ. അപ്പൊ ദക്ഷിന് എല്ലാവരും ഒരു കയ്യടി കൊടുത്തേ. യെസ്, ദക്ഷിണ കാണണ്ടേ സാർ? ഒന്ന് കാണിച്ചു കൊടുക്കാവോ ദക്ഷിണെ? അപ്പൊ നമ്മുടെ ദക്ഷിണ നമുക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പിലേക്ക് വന്ന നമ്മുടെ വിന്നേഴ്സിലുള്ള നമ്മുടെ കൂട്ടുകാരൻ അല്ലേ ദക്ഷ്. ഓക്കെ, ദക്ഷിണി ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ഫ്രം അവർ വിന്നേഴ്സ് ഫാമിലി കേട്ടോ. ഓക്കെ, അപ്പൊ സെറ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാ കൂടെ നമ്മുടെ ക്ലാസ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ദക്ഷിണ കാണിക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ടാലന്റുകൾ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ടാലന്റുകളും നിങ്ങൾ വളർത്തിയെടുക്കണം കേട്ടോ. നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുകളും നമുക്ക് വേണം കേട്ടോ. പഠിത്തം മാത്രം പോരാ എന്നും പറഞ്ഞ് പഠിക്കാതെ ഇതിന് മാത്രം നടക്കരുത്. പഠിത്തവും വേണം നമുക്ക്. എന്താ പറയുക, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പാട്ട് പാടാനാണ് താല്പര്യമുള്ള പാട്ട് പാടാം, ഡാൻസ് കളിക്കാൻ താല്പര്യം ഡാൻസ് കളിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഒരു അത്ലറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്പോർട്സ് ടൈപ്പ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു എന്താ പറയുക ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ആളായിട്ട് വരാം കേട്ടോ. സെറ്റ് അല്ലേ? യെസ്. ഇനി നമ്മുടെ ക്ലാസ്സിൽ കുറെ കഴിവുള്ള കലാകാരന്മാരും എന്താ കായിക താരങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നമുക്ക് അതൊക്കെ വളർത്തിയെടുക്കണം കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്താൻ വളർത്തിയെടുക്കാം. ഓക്കെ, ശരി. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ് സാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ 4 household appliances that work on the heating effect of electric current. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ആരാ പറഞ്ഞുതരാ? ഹീറ്റിംഗ് എഫക്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഏതൊക്കെയാണ്? മാധവ്. ഹായ് മാധവ്, ഗുഡ് ഈവനിങ്. മാധവേ, യെസ്, ഏതൊക്കെയാണ് ഹീറ്റിംഗ് എഫക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് കറന്റിൽ വർക്ക് ചെയ്യുന്ന ഹൗസ് ഹോൾഡ് ഡിവൈസസ്? വാട്ടർ ഹീറ്റർ, കറക്റ്റ്. പിന്നെ ഓവൻ, യെസ്. പിന്നെ റൂം ഹീറ്റേഴ്സ്. പിന്നെ ഓക്കെ, ഇപ്പൊ കുറച്ചായിട്ടുണ്ട് അല്ലേ. വേറെ കുറെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇലക്ട്രിക് കെറ്റിൽസ് വരും, പിന്നെന്താ വരിക, അയൺ ബോക്സ് വരും. ഇതൊക്കെ നമ്മൾ എന്താ ഇലക്ട്രിക് കറന്റിന്റെ ഹീറ്റിംഗ് എഫക്ട്സ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. 4 എണ്ണം നിങ്ങൾക്ക് ഏത് 4 എണ്ണമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യില്ല. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് റൂം ഹീറ്റേഴ്സ്, ഇലക്ട്രിക് അയൺസ്, വാട്ടർ ഹീറ്റേഴ്സ്, ഇലക്ട്രിക് കെറ്റിൽസ് കേട്ടോ. ഇത് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ഉൾപ്പെടുത്താം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ കൈ വീശി കാണിച്ചേ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എളുപ്പമുള്ള കാര്യമായിരുന്നു. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 types of static charges and how do they interact?
ഏതൊക്കെയാണ് സ്റ്റാറ്റിക് ചാർജസ് നമ്മൾ പഠിച്ചത്? വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് ചാർജസ്? ആരാ പറയാ? ആർച്ച എന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് ചാർജസ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലേ? ഇനി അതിന്റെ ഇന്ററാക്ഷൻ എങ്ങനെയാണ് അറിയോ? ഇല്ല, രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുത്ത് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓർമ്മയില്ല? ഇല്ല, നമ്മൾ രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്ത് വെക്കണമെങ്കിൽ സംഭവിക്കും, രണ്ട് നെഗറ്റീവ് ചാർജുകൾ അടുത്ത് സംഭവിക്കും. എന്താ സംഭവിക്കും? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നാൽ എന്ത് സംഭവിക്കും അറിയോ? ആരാ പറഞ്ഞുതരാ? അതാണ് ഇതിന്റെ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് സ്റ്റാറ്റിക് ചാർജസ്? അത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ദെൻ ഹൗ ഡു ദേ ഇന്ററാക്ട്? അതെങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെ? ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിന്റെ എഫക്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, പറയൂ. ആരാണത്? സിനാനെ പറഞ്ഞേ. സിനാനെ, ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ആവും കേട്ടാ. അതായത് ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ അട്രാക്ട് ചെയ്യും. ദെൻ സെയിം ചാർജസ് ആണെങ്കിൽ അപ്പൊ റിപ്പൽ ചെയ്യും കേട്ടാ. അതായത് രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുത്ത് വന്നാൽ അത് റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജുകൾ, അത് സെയിം ചാർജസ് വന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ചാർജസ് അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും കേട്ടാ. ഇതാണ് അതിന്റെ എഫക്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം ഇത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിക്കോ. ദ ടു ടൈപ്സ് ഓഫ് ചാർജസ് ആർ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആൻഡ് ലൈക്ക് ചാർജസ് സിമിലർ ചാർജസ് repel each other while the unlike or opposite charges attract each other. Clear alle? Clear alle? Yes. Sir, I don't. Okay, simple like questions. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോയാലോ? പോവാമെങ്കിൽ കൈ വീശി കാണിക്കാം. ശരി, ഓക്കെ സാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തോളൂ, ചിന്തിക്കട്ടെ സാർ. ആൻസർ ക്വസ്റ്റ്യൻ ഇതാണ്. വൈ ഡസ് എ ക്രെയിൻ ഇൻ എ സ്ക്രാപ്പ് യാർഡ് യൂസ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എ പെർമനന്റ് മാഗ്നറ്റ് ടു മൂവ് ഹെവി അയോൺ ലോഡ്സ്? അറിയോ എന്താണ് സംഭവം എന്നറിയോ ഇതിനെപ്പറ്റി? What is electromagnet? What is permanent magnet? What is that crane? സ്ക്രാപ്പ് യാർഡിൽ ഉപയോഗിക്കുന്ന ക്രെയിൻ എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് അവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അറിയോ? What is that? Who will answer? ഷയാനി, unmute ചെയ്യ് ഷയാൻ. ഷയാൻ, what is electromagnet? അതാ ഞാൻ പറഞ്ഞേ. അത് അടിപൊളി, കറക്റ്റ്. അതായത് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് കൂട്ടുക, അല്ലെങ്കിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ ഓൺ ഓർ ഓഫ് അല്ലെ? മാഗ്നറ്റിക് ആയ എഫക്റ്റ് ഒരു ഒബ്ജക്റ്റിനെ വരുത്തുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. ആ ഒരു ലൈക്ക് എന്താ പറയാ, ആ ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് മാഗ്നറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയാം കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റ് ഈസ് ദ മാഗ്നറ്റ് വിച്ച് ഈസ് produce its magnetic effect only in the presence of electric current. That is the electromagnet. സ്ക്രാപ്പ് യാർഡ്സ് എന്താണെന്ന് അറിയില്ലേ? സ്ക്രാപ്പ് ഒക്കെ ഉള്ള സ്ഥലം, അവിടെ കുറെ ക്രെയിൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഈ ക്രെയിനിൽ ഒരു മാഗ്നറ്റ് ഉണ്ടാവും. അതായത് മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള മെറ്റീരിയൽസിനെ നമ്മൾ എന്താ ചെയ്യും? സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ഒരു കൈൻഡ് ഓഫ് ക്രെയിൻ യൂസ് ചെയ്യും. ഈ ക്രെയിനിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാവും. ഈ ഇലക്ട്രോമാഗ്നറ്റ് എന്ത് ചെയ്ത്? ഇലക്ട്രോമാഗ്നറ്റ് വെച്ചിട്ട്
മെറ്റൽസ് ആയിട്ടുള്ള, അതായത് മാഗ്നറ്റിക് ഇതിൽ അട്രാക്ട് ചെയ്യുന്ന മെറ്റൽസ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ക്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രെയിനിൽ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റാണ്. അല്ലാത്ത പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, എല്ലാ കാര്യങ്ങളും എപ്പോഴും അട്രാക്ട് ചെയ്ത് തന്നെ നിൽക്കും അല്ലേ. ഇതെന്താ, നമുക്കൊരു പർട്ടിക്കുലർ ടൈമിൽ സെപ്പറേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്രെയിൻ ആണ്. അപ്പോൾ ഈ ക്രെയിൻ വരുമ്പോൾ അവിടെ കിടക്കുന്ന മെറ്റൽസ് മാത്രം ഇതിലേക്ക് അട്രാക്ട് ചെയ്യും. ദെൻ വേറെ സ്ഥലത്തേക്ക് നമുക്ക് അത് കൊണ്ടുപോയിടണം. അപ്പോൾ ഈ ക്രെയിനിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ചെയ്യാം അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റ് ആകുമ്പോൾ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ പോകും. അപ്പോൾ നമുക്ക് ആ ഒരു ലൈക്ക് മെറ്റൽസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടിയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് യൂസ് ചെയ്തിട്ടുള്ള ക്രെയിൻസ് സ്ക്രാപ്പ് യാർഡ്സിൽ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ പെർമനന്റ് മാഗ്നറ്റ് അവിടെ യൂസ് ചെയ്താൽ എന്താ പ്രശ്നം, ഫുൾ ടൈം അതിൽ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കും ഈ മെറ്റൽസ് ഒക്കെ, നമുക്ക് സെപ്പറേഷൻ ഒക്കെ പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റ് അവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ പാർട്ടീസ് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് എഴുതും. ഇലക്ട്രോ മാഗ്നറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ സ്വിച്ചിങ് ദ കറന്റ് ഓൺ ആൻഡ് ഓഫ്. ദിസ് അലൗസ് ദ ഓപ്പറേറ്റർ ടു ലിഫ്റ്റ് അയൺ ഒബ്ജക്ട്സ് വെൻ ദ കറന്റ് ഈസ് ഓൺ and easily release them at specific location by the turning the current off. അതായത് കറണ്ട് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അയൺ മെറ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് കറണ്ട് ഓഫ് ചെയ്ത് വേറൊരു സ്ഥലത്ത് അതിനെ നമുക്ക് കൊണ്ടുപോയി. ഇത് പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പോസിബിൾ അല്ല. ഓൺലി അട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് റിലീസ് ചെയ്യിക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ കൈ വീശി കാണിച്ചേ. പെട്ടെന്ന് എഴുതി എടുത്തോളൂ, പെട്ടെന്ന് എഴുതി എടുത്തോളൂ. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയിരിക്കണേ. നിങ്ങളുടെ ഫേസും ബുക്കും ഹാൻഡ്സും ഒന്ന് ക്ലിയർ ആയിട്ട് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക. ഈ സീറ്റിൽ എല്ലാവരും ഇരിക്കണം കേട്ടോ. ക്ലാസ് ടൈമിൽ സീറ്റിൽ ഇല്ലാതെ പോയത് ഇന്നലെ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ നമ്മുടെ 8ലെ മക്കള് 2-3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കുക, വെള്ളം കുടിക്കാൻ പോയി എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മുടെ ക്ലാസ് ടൈമിൽ നമ്മൾ സീറ്റിൽ ഫുൾ ടൈം ഉണ്ടായിരിക്കണം കേട്ടോ. എന്തെങ്കിലും വളരെ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിന്നേഴ്സ് കോച്ചിങ് സെന്റർ എന്ന ഐഡിയ ഉണ്ടാവും, ക്ലാസ് റൂം ഐഡിയ ഉണ്ടാവും. ഇതിലേക്ക് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ സീറ്റിൽ നിന്ന് എഴുന്നേക്കാം കേട്ടോ. അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? യെസ്, ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമെങ്കിൽ ഒന്ന് കൈവീശി കാണിക്കാം. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല? കഴിഞ്ഞു. സെറ്റ്. കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്നാൽ പെട്ടെന്ന് നീ ചെയ്യരുത്, ഒരൊറ്റ മിനിറ്റും കൂടി തരാം. ഞാൻ എന്തിനാ ധൃതി കാണിക്കുന്നതെന്ന് അറിയോ? മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് സാർ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് യു റബ് എ പ്ലാസ്റ്റിക് കോംബ് അഗൈൻസ്റ്റ് യുവർ ഹെയർ, ഇറ്റ് ക്യാൻ പിക്ക് അപ്പ് സ്മോൾ പീസസ് ഓഫ് പേപ്പർ. എക്സ്പ്ലെയിൻ ദ ഫോഴ്സസ് ഇൻവോൾവ്ഡ്. അറിയോ? എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ? ചെയ്ത് നോക്കിയവർ ഒന്ന് കൈവീശി കാണിച്ചേ. യെസ്, എല്ലാവരും അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് അല്ലേ? സ്കെയിൽ എന്താ, പ്ലാസ്റ്റിക് കോംബോ മാത്രമല്ല, സ്കെയിൽ വെച്ചൊക്കെ എന്തൊക്കെ ചെയ്യാം അല്ലേ? എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? വാട്ട് ഈസ് ദാറ്റ്? എന്താ ചെയ്യുന്നേ? അസീമേ ഒന്ന് പറഞ്ഞു തന്നെ, എന്താ ഇവിടെ നടക്കുന്നത്? വാട്ട് ഈസ് ദ ഫോഴ്സസ് ഇൻവോൾവ്ഡ് ഹിയർ? കോംബ് റബ് ചെയ്യുമ്പോൾ മസ്കുലർ ഫോഴ്സ് ഉണ്ടാവും. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യും അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഇൻവോൾവ് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കോംബ് റബ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മസ്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ദെൻ റബ് ചെയ്ത കോംബ് അവിടെ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും അല്ലെ? ചാർജസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും അല്ലേ? ഓക്കെ, ഇപ്പൊ ആൻസർ എഴുതിക്കോ. The rubbing the comb creates the static electric charges on its surface, making it a charged object. This charged comb then exerts the electrostatic force to
attract the uncharged pieces of the paper. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടാതെ നിങ്ങൾ എഴുതി വെക്കുക, ഒരു കാര്യം കൊണ്ട് ഉൾപ്പെടുത്താം, ഞാനത് വിട്ടുപോയി. എന്തായിരുന്നു? മസ്കുലാർ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. മസ്കുലാർ ഫോഴ്സ് നമ്മുടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളുടെ കോമ്പ് എന്താ പറയാ, റബ്ബ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മസ്കുലാർ ഫോഴ്സ് ആണ്. അപ്പൊ ഫോർ റബ്ബിംഗ് the comb we use muscular force. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ സാർ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് സാർ. യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. എ ബോയ് pushes heavy box with a force of 50 Newton towards the north. At the same time, his friend pulls same box with a force of 30 Newton also towards the north. What is the total force acting on the box? പറയൂ. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നമുക്ക്? നന്ദിക, ഹായ് നന്ദിക, ഗുഡ് ഈവനിങ്. യെസ് നന്ദിക, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ഒറ്റ മിനിറ്റോ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. A boy pushes heavy box with a force of 50 Newton towards the north. At the same time, his friend pulls the same box with a force of 30 Newton towards the north. What is the total force acting on the box? First the 50 Newton, 30 Newton add ചെയ്താൽ നമുക്ക് Why we added together? രണ്ട് ആൾക്കാരും ഒരേ ബോക്സിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഒരേ ബോക്സിലാണ്, അത് മാത്രമാണോ? ഒരേ ബോക്സ് ആണോ? അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ബോക്സിലേക്കാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്, പക്ഷേ ബോക്സിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാ? രണ്ടും നോർത്ത് ഡയറക്ഷനിലേക്കാണ്, അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലേക്കാണ് അല്ലെ? ഓക്കെ, ഇതാണ് നമ്മളുടെ ബോക്സ്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ആള് പറഞ്ഞിരിക്കുന്നത് എന്താ? 50 ന്യൂട്ടൺ അല്ലെ? 50 ന്യൂട്ടൺ നോർത്ത് ഡയറക്ഷനിലേക്ക്. നമുക്ക് അതിന്റെ മാർക്ക് ചെയ്യാൻ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ? അപ്പൊ ഇതിൽ നോർത്ത് ഡയറക്ഷനിലേക്കാണ് നമ്മളുടെ ആദ്യത്തെ ആള് ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്നത്. അത് എത്രയായിരുന്നു? 50 ന്യൂട്ടൺ അല്ലെ? 50 ന്യൂട്ടൺ ആണ് ആദ്യത്തെ ആൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്. രണ്ടാമത്തെ ആൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയായിരുന്നു? 30 ന്യൂട്ടൺ. അത് എങ്ങോട്ട് തന്നെയാണ്? സെയിം ടു നോർത്ത് ഡയറക്ഷനിലേക്ക് തന്നെയാണ് രണ്ടാമത്തെ ആളും ഫോഴ്സ് അപ്ലൈ ചെയ്തേക്കുന്നത്. എത്ര ന്യൂട്ടൺ ആയിരുന്നു? 30 ന്യൂട്ടൺ. ഓക്കെ, ഇഫ് ദ ഫോഴ്സസ് ആർ ഇൻ സെയിം ഡയറക്ഷൻ, വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? എന്താ പഠിച്ചത് നമ്മള്? ആരാ പറയാം? ആൻസർ പറഞ്ഞായിരുന്നു, എങ്കിലും ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്. If the forces are applied on the same direction, what is the net force? കാർത്തിയാണോ? കാർത്തി, ഹലോ, അൺമ്യൂട്ട് ചെയ്യൂ കാർത്തി. മൈക്കിന്റെ അവിടെ വന്നോ?
ഇല്ല. ഒന്ന് മൈക്കൊന്ന് റെഡിയാക്കണേ, അടുത്ത ആളിലേക്ക് പോവാം. സാർ ഏഞ്ചലെ എന്താ ചെയ്യേണ്ടത്? ഏഞ്ചലെ യെസ്, ഇഫ് ദ ഫോഴ്സ് ആർ സെയിം ഡയറക്ഷൻ വാട്ട് വി ഹാവ് ടു ഡു? വാട്ട് ഇസ് ദ നെറ്റ് ഫോഴ്സ്? അറിയില്ല, നമ്മൾ പഠിച്ചാലേ ഇത് നെറ്റ് ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട്. മറന്നുപോയാ? പഠിച്ചാണ്, മറന്നുപോയി. ആരാ ഒന്ന് പറഞ്ഞു കൊടുക്ക? ഐശ്വര്യ ഒന്ന് പറഞ്ഞു കൊടുത്ത. ഐശ്വര്യ, ഇഫ് ദ ഫോഴ്സ് ആർ അപ്ലൈഡ് ഓൺ ദ സെയിം ഡയറക്ഷൻ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? ഫോഴ്സ് 1ഉം ഫോഴ്സ് 2ഉം കൂടി ആഡ് ചെയ്യണം. അതല്ലെങ്കിൽ അത് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ സം ആയിരിക്കും അല്ലേ? അതെ. അപ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? ഡിഫറൻസ് ആയിരിക്കും കേട്ടോ. അതായത് രണ്ട് ഫോഴ്സ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് ഫോഴ്സുകൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി അല്ലേ? ഇനി രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഒരു ഫോഴ്സ് ഡയറക്ഷൻ ഇങ്ങോട്ടും ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താ പറയാ, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇത് ഇങ്ങോട്ടാണെങ്കിൽ അത് നോർത്തിലേക്കാണെങ്കിൽ മറ്റേ സൗത്തിലേക്കാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് എടുക്കണം. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം? ഒരു ഫോഴ്സിൽ നിന്ന് മറ്റൊരു ഫോഴ്സ് മൈനസ് ചെയ്യണം. ഇൻ ദിസ് കണ്ടീഷൻ ഹിയർ ഇറ്റ് ഈസ് എന്താ? The two forces are in same direction. So what is the net force? What is the net force? Net force is what is that? Force 1. Force 1 plus force 2. കേട്ടാ? Force 1 plus force 2. ഇവിടുത്തെ force 1 ഏതാ? ഇതാണ് force 1. This is the force 2. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? Just we can add because they are in same direction. So ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ആരാ ആഡ് ചെയ്യാൻ വരുന്നേ? വിളിക്കൂ സാർ. അക്സ പറഞ്ഞേ. 80 ന്യൂട്ടൺ അല്ലേ? 50 പ്ലസ് 30 ഈക്വൽ ടു 80 ന്യൂട്ടൺ. ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? നെറ്റ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? ഹലോ സാർ, ഒന്നാണ് മറ്റേ ഓപ്ഷൻ കൊടുക്കൂ. ഏതാ? നോർത്ത്. കാരണം എന്താ? രണ്ടും അങ്ങോട്ടാ. അപ്പൊ നെറ്റ് ഫോഴ്സും ടുവേർഡ്സ് നോർത്ത്. അതും കൂടി നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തേക്കണം. ടുവേർഡ്സ് നോർത്ത്. തെളിയുന്നില്ലേ? യെസ്, എഴുതി കഴിഞ്ഞോ മക്കളെ? എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് കൈവീശി കാണിക്കാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് പോക്കോട്ടെ. സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ ടഗ് ഓഫ് വാർ, ടീം എ പുൾസ് വിത്ത് എ ഫോഴ്സ് ഓഫ് 150 ന്യൂട്ടൺ ടുവേർഡ്സ് ദ ലെഫ്റ്റ് and the team B pulls the force of 120 Newton to the rightwards. Calculate the net force, its direction. Calculate the net force and its direction. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇത് ഞാൻ മാറ്റുവാണ്. യെസ്, എവിടെ ആൻസറുകൾ? എവിടെ? പറയൂ. യെസ്, ഹലോ. ആ, കഴിഞ്ഞവരൊന്ന് കൈവീശി കാണിക്കാം കേട്ടോ. അതിന്റെ ആൻസർ കിട്ടിയവരൊന്ന് കൈവീശി കാണിക്കാം. യെസ്, കൈവീശി കാണിക്കാത്ത ഒരാളെ വിളിച്ചു സാറേ. എനിക്ക് ഇതിന്റെ എങ്ങനെ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാ. ജാഫർ, ഹായ് ജാഫർ, അൺമ്യൂട്ട് ചെയ്യൂ. ഹലോ ജാഫറെ, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒന്ന് പറഞ്ഞു. Then
റൈറ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ ഫിഗർ നമുക്ക് വരയ്ക്കാം ആദ്യം അല്ലേ? ഫിഗർ വരച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾക്ക് നമ്മൾ ഫിഗർ വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് ഇമേജ്, അതായത് ആ ക്വസ്റ്റിന്റെ ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. യെസ്, പറഞ്ഞു. യെസ്, എങ്ങോട്ട് വരക്കണം? ലെഫ്റ്റിലേക്ക്, അതായത് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ 150 ന്യൂട്ടൺ അല്ലേ? ഓക്കെ, ലെഫ്റ്റിലേക്ക് 150 ന്യൂട്ടൺ. ദെൻ അടുത്തത് ഇതാരാ? ടീം എ അല്ലെ? ടീം എ ആണ്. ടീം എ ആണ് ലെഫ്റ്റിലേക്ക് 150 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. ദെൻ ടീം ബി റൈറ്റിലേക്ക് 120 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു അല്ലെ? ടീം ബി റൈറ്റിലേക്ക് 120 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു അല്ലെ? ഇതാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലെ? ഇത് ലെഫ്റ്റിലേക്ക്, ദെൻ റൈറ്റിലേക്ക് ടീം ബി അല്ലെ? ദെൻ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? നെറ്റ് ഫോഴ്സ് എങ്ങനെയാണ് പിടിക്കും? പറഞ്ഞുതരുമോ? എന്താ? രണ്ടും മൈനസ് ചെയ്യണം. എന്തുകൊണ്ട്? പറയൂ, എന്തുകൊണ്ട് ഡിഫറൻസ് എടുത്തു? എന്താണ് ഇവിടെ മൈനസ് എടുക്കാൻ കാരണം? എന്താണ് ആഡ് ചെയ്യാഞ്ഞേ? നേരത്തെ നമ്മൾ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ആഡല്ലേ ചെയ്താ? ഇവിടെ എന്താ മൈനസ് ചെയ്തേ? അതുകൊണ്ടാണോ? നേരത്തെ ഡിഫറന്റ് ആയിരുന്നില്ലേ? 1530 ആയിരുന്നില്ലേ? പക്ഷെ നമ്മളവിടെ പ്ലസ് ആണല്ലോ ചെയ്ത, മൈനസ് ചെയ്തില്ല. അതെന്താ? അത് പറയണം. അവിടെ സെയിം ഡയറക്ഷനിലായിരുന്നു. ഇവിടെ എന്താ? ഡിഫറെന്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ? സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ നെറ്റ് ഫോഴ്സ്. വാട്ട് ഈസ് ദാറ്റ്? നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഫോഴ്സിൽ നിന്ന് ചെറിയ ഫോഴ്സ് കൊടുക്കണം അല്ലെ? ഇതാണ് നമ്മുടെ എയുടെ ഫോഴ്സ് അല്ലെ? അതിന് ഞാൻ FA എന്ന് കൊടുക്കുന്നു. ഇത് ബിയുടെ ഫോഴ്സ്, FB എന്ന് കൊടുക്കുന്നു. ഇവിടെ വലിയ ഫോഴ്സ് ഏതാ? ടീം എന്റെ ഫോഴ്സ് അല്ലെ? ദാറ്റ് ഈസ് FA. ദെൻ മൈനസ് FB അല്ലേ? അപ്പൊ എത്രയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ? FA എത്രയാണ്? 150 മൈനസ് 120 എത്രയാണ് വരിക? 30 യൂണിറ്റ് ന്യൂട്ടൺ. 30 ന്യൂട്ടൺ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ കഴിഞ്ഞ. കാൽക്കുലേറ്റ് നെറ്റ് ഫോഴ്സ് മാത്രമായിട്ടുള്ളൂ. വാട്ട് ഈസ് ഇറ്റ്സ് ഡയറക്ഷൻ? ഏത് ഡയറക്ഷനിലേക്കായിരിക്കും 30 ന്യൂട്ടൺ വരിക? 30 ന്യൂട്ടൺ വരുന്നത് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഏതാ? ലെഫ്റ്റിലേക്ക്. എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ ഫോഴ്സ് കൊടുത്തത് ആരാ? ടീം എ ആണ്. ടീം എയുടെ ഫോഴ്സ് എങ്ങോട്ടാ? ലെഫ്റ്റിലേക്കാണ്. അങ്ങോട്ടായിരിക്കും എന്ത്? നെറ്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അതായത് വാട്ട് ഈസ് ദ ഹൈയസ്റ്റ് ഫോഴ്സ്? അതായത് ഹൈ ഫോഴ്സ് ഏതാണോ, ഹൈയസ്റ്റ് ഫോഴ്സ് ഏതാണോ അതിന്റെ ഡയറക്ഷനിലായിരിക്കും നെറ്റ് ഫോഴ്സ് എപ്പോഴും വരിക. കേട്ടാ? ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. കേട്ടാ? ഫോഴ്സ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടാണോ അതിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും നെറ്റ് ഫോഴ്സ് വരിക. ഹിയർ ഇറ്റ് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഇൻ ലെഫ്റ്റ് ഡയറക്ഷൻ. അപ്പൊ ഡയറക്ഷൻ ഓഫ് ദ 30 ന്യൂട്ടൺ ടുവേർഡ്സ് ലെഫ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല കേട്ടോ. മാർക്ക് നിങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ കൂടി കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ കൈവശി കാണിക്കാൻ, പെട്ടെന്ന് ആൻസർ എഴുതിയെടുക്കാം. ആർക്കാ? ദേവാങ്കിത്. എന്താണ് ദേവാങ്കിത് ഡൗട്ട്? പിക്ചർ എന്തിനാ വരച്ചെന്നാണോ? എങ്ങനെ? എന്തുകൊണ്ട്? ലെഫ്റ്റ് ഇതല്ലേ? ഇതല്ലേ ലെഫ്റ്റ്? ടുവേർഡ്സ് ലെഫ്റ്റ് എന്നല്ലേ? ടു ദ ലെഫ്റ്റ് അല്ലേ? ഓക്കെ, നിങ്ങളുടെ റൈറ്റിലേക്കാണല്ലോ ഞാൻ വരച്ചേക്കണത്. ഓക്കെ ശരി. ഓക്കെ, നിങ്ങളുടെ റൈറ്റ് ഏതാ? ഈ സൈഡാണ്. അപ്പൊ ഇത് കറക്റ്റ് അല്ലേ ആവേണ്ടത്? അല്ല. ഓക്കെ, ശരി. ഓക്കെ.
ഇതേത് സൈഡാ നിങ്ങളുടെ? റൈറ്റ് സൈഡ് അല്ലേ? അല്ലേ? അപ്പൊ കറക്റ്റ് അല്ലേ? ഇതല്ലേ റൈറ്റ് സൈഡ്? ടുവേർഡ്സ് റൈറ്റ്. ആ 150 എങ്ങോട്ടാ? ടുവേർഡ്സ് ലെഫ്റ്റ് അല്ലേ? ഇത് ലെഫ്റ്റ്. ഇതേ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക്. ആരോ മാർക്ക് നോക്കൂ. ആ അതെ, മനസ്സിലായില്ല. മനസ്സിലായി. ഓ ഓക്കെ 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 ഓക്കെ, ശരി ശരി, എനിക്ക് മനസ്സിലായി. അതായത് ടുവേർഡ്സ് ലെഫ്റ്റ് എന്താ വരുന്നത്? ഓക്കെ ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെഴുതാം. ശരി, സമ്മതിച്ചു. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇൻ ദ കണ്ടീഷൻ ഓഫ് ടഗ് ഓഫ് വാർ അല്ലേ? ഇൻ ദ കണ്ടീഷൻ ഓഫ് ടഗ് ഓഫ് വാറിൽ വരുമ്പോ ശരിയാ, ഫിഗർ ഒന്ന് ജസ്റ്റ് കുറച്ച് മാറ്റി വരക്കേണ്ടി വരും, കുഴപ്പമില്ല. എന്താ ഇങ്ങോട്ടാണ്, ശരിയാണ്. ടീം എയുടെ ഇങ്ങോട്ടാ വരിക, ദാറ്റ് ഈസ് 150 ന്യൂട്ടൺ. ദെൻ ടീം ബിയുടെ ആരോ മാർക്ക് നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങോട്ടാ, കാരണം ടഗ് ഓഫ് വാർ ആയതുകൊണ്ട് മാത്രം ഉണ്ടാ. ബാക്കി എല്ലാ കണ്ടീഷനിലും ഞാൻ നേരത്തെ വരച്ച ഫിഗർ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ടീം ബി. ഇതല്ലേ ഉദ്ദേശിച്ചത് ദേവാങ്കിതേ? ആ ആരോകൾ ഞാൻ ഇപ്പുറത്തേക്കൊന്ന് മാറ്റി വെച്ചെന്നുള്ളൂ കേട്ടോ, പക്ഷേ ഡയറക്ഷൻ സെയിം തന്നെ കേട്ടോ. ഓക്കെ, നെറ്റ് ഫോഴ്സ് വരുന്നത് ഇങ്ങോട്ടായിരിക്കും, 30 ന്യൂട്ടൺ. യെസ് സജ്ജന, എന്താണ് ഡൗട്ട്? ഈ ചാപ്റ്റർ എക്സാമ്പിൾ അപ്പൊ ഈ സഞ്ജനക്ക് എന്താ പഠിപ്പിക്കണേ അവിടെ സ്കൂളില്? ഒന്നും പഠിപ്പിക്കണില്ലേ അവിടെ? ഒരു ചാപ്റ്റർ ഇല്ല എക്സാമിന്? എന്താ സ്കൂളിലെ നമ്പർ തരാനാ? കുഴപ്പമില്ല, ഇതൊക്കെ പഠിച്ചോ. നമുക്ക് എന്തായാലും 9 എന്തായാലും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കൂടുതൽ അറിവല്ലേ കിട്ടണത്. ബ്രില്യന്റ് ആവാം, സഞ്ജന ബ്രില്യന്റ് സ്റ്റുഡന്റ് ആവാലോ. അപ്പോ എന്നാലും കുഴപ്പമില്ല, ആ ഒരു ഡെഡിക്കേഷൻ ഇല്ലേ സഞ്ജനക്ക്, അത് മതി നമുക്ക്. ശരി, ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: a force of 20 Newton applied to a stationary ball, making it move if the second force of 20 Newton is applied in the exact opposite direction simultaneously. What will be the net force on the ball? What will be the net force on the ball? പറയൂ. എന്താ ചെയ്യണ്ടേ? ഇതിന്റെ ആൻസർ എങ്ങനെയാ കണ്ടുപിടിക്കുക? ആദം അല്ലേ? ആദം, ഹായ് ആദം. എങ്ങനെയാ കണ്ടുപിടിക്കുക? മൈനസ് ചെയ്യണം. എന്തുകൊണ്ട്? ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ. അതായത് എന്താ പറയാ, ഒരു സ്റ്റേഷനറി ബോൾ, ഇതാണ് നമ്മുടെ ബോൾ അല്ലെ. ഈ ബോളിലേക്ക് ആരാ അപ്ലൈ ചെയ്തേ? ഒരു ഫോഴ്സ് 20 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത്. എങ്ങോട്ട്? ഒരു ഡയറക്ഷനിലേക്ക്, പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക്. ദെൻ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിട്ട് ആരാ അടുത്തൊരു ഫോഴ്സ് 20 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. ദെൻ ഈ ബോളിൽ എന്തായിരിക്കും നെറ്റ് ഫോഴ്സ് ഉണ്ടാവുക എന്ന് ചോദിച്ചു അല്ലെ. വാട്ട് വിൽ ബി ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോൾ അല്ലെ. അപ്പൊ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യണം? അഗെയിൻ എന്ത് ചെയ്യണം അല്ലേ? മൈനസ് ചെയ്യണം, കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഫോഴ്സ് 1 മൈനസ് ഫോഴ്സ് 2. ഇവിടെ ഫോഴ്സ് 1 എത്രയാണ്? 20. ദെൻ ഫോഴ്സ് 2
ആൻസർ എത്ര വരും? 0. ഇതെന്ത് ഫോഴ്സാ? ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണോ? ബാലൻസ്ഡ്, കറക്റ്റ് ആണ് കേട്ടോ. ബാലൻസ്ഡ് ഫോഴ്സ്. കാരണം എന്താ? ഇത് സെയിം ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ വരുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും. കാരണം നെറ്റ് ഫോഴ്സ് 0 ആണ്. അതുകൊണ്ടാണ് നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ട് ഇത് ബാലൻസ്ഡ് ഫോഴ്സ്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ആമിൽ അല്ലേ? ആമിലെ പറ. യെസ്, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ മോനെ. നീങ്ങുന്നുണ്ടല്ലോ എന്നാ? ഇതെന്താന്ന് അറിയോ? വാട്ട് ഇസ് ദാറ്റ്? അതിന്റെ മീനിങ് എന്താ? അപ്പൊ തന്നെ അപ്പം അല്ലെ? എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ സെയിം ടൈമിലാണ് രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വേർഡ് വന്നത്. ഈ ഒരു വേർഡ് വന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ 0 ആവുള്ളൂ. ഇല്ലെങ്കിൽ 0 ആവില്ല. കാരണം ഫസ്റ്റ് 20 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞ് കുറച്ചു നേരം മൂവ് ചെയ്യും എന്തായാലും. ദെൻ സെക്കൻഡ് 20 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യും അല്ലേ? ഇവിടെ പറഞ്ഞേക്കണ എന്താ? ഇവിടെ ഒരു കണ്ടീഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ സൈമൾട്ടേനിയസ്ലി. സൈമൾട്ടേനിയസ്ലി എന്നാൽ അറ്റ് ദ സെയിം ടൈം ആണ് ഈ 20 ന്യൂട്ടൺ അപ്പുറവും ഇപ്പുറവും കൊടുക്കുന്നത്. ആ ഒരു ടൈമിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ മാത്രം ഇവിടെ 0 കിട്ടും കേട്ടാ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം കേട്ടോ. വായിക്കുമ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ ഒരു വേർഡുകളൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചേക്കണം. ഓക്കെ. പക്ഷേ ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വേറെ ആരും എന്നോട് ചോദിച്ചില്ല ഈ ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. ഓക്കെ. അപ്പോ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. മുകളിലത്തെ സാറുമാർ നിങ്ങളോട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. പെട്ടെന്ന് വായിക്കാം.